അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് വേണ്ടി ഈ ലിസ്റ്റിലുള്ള ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഇന്നിവിടെ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. 4 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടപ്പോഴും ഞങ്ങൾ മുന്നോട്ട് വെച്ച അതേ ആവശ്യം തന്നെയാണ് ഞങ്ങൾ CM-നെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. 1:25 എന്ന അനുപാതം, അത് ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടല്ല ലഭിച്ചത്. ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ 2 മാസത്തെ സമയം നൽകണം. ഷംസുദ്ദീൻ സാറാണെങ്കിലും അദ്ദേഹം അത് തന്നെയാണ് ഇതിന് മുന്നത്തെ ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ 2 മാസത്തിന് ശേഷം എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഉറപ്പായി തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് സ്വീകാര്യമായി തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ സമരം ഇന്ന് ശക്തമായ രീതിയിൽ, ഇന്നിപ്പോൾ ഞങ്ങളുടെ വളർമതി ടീച്ചർ ഞങ്ങളുടെ ഇത്ര ദിവസം, ഈ 25 ദിവസം ഞങ്ങളുടെ ഈ സമരത്തെ നയിച്ച നായിക എന്ന് തന്നെ പറയാം. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി ഈ ലിസ്റ്റിലുള്ള ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഇന്നിവിടെ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഇത്രയും പേർക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ, അതായത് അവർക്കും അതേപോലെ ഒരു കുടുംബം, നമ്മളെ പോലെ തന്നെ ഒരു കുടുംബം അവരെയും കാത്തിരിക്കുന്നുണ്ട് നാട്ടിൽ. ന്യായമായ ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കത് ഉറപ്പായിട്ട് ഞങ്ങൾ ലഭിക്കണം. ഇത്രയും പത്രങ്ങളിലും മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തു, പൊതുജനങ്ങൾ വരെ ഞങ്ങളെ ഏറ്റെടുത്തതാണ്. എന്നിട്ട് പോലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്ര ദിവസമായിട്ടിരിക്കുന്ന ഞങ്ങളെ ഒന്ന് വന്ന് കാണാൻ വിദ്യാഭ്യാസ മന്ത്രിയോ CM-ന്റെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഈ 2 മാസം പഠിക്കാൻ സമയം എടുക്കുന്നു എന്ന് പറയുമ്പോഴും അതിനുശേഷം അതൊരു പോസിറ്റീവ് നിലപാടാവുമോ എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ആശങ്കയുണ്ട്. 4 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അത്രയും സ്ട്രഗിൾ ചെയ്ത് ഞങ്ങളിവിടെ ഇരിക്കുന്നത് വെറുതെ ഒരു നിസ്സാരമായ കാര്യത്തിനല്ല. ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നം തന്നെയാണ്. ഞങ്ങൾ പാസ് എടുത്ത് സെക്രട്ടേറിയറ്റിൽ പോയിട്ട് മന്ത്രിയെ കാണുന്നത് എങ്ങനെയാണ് ചർച്ചയാവുന്നത്? പുതിയ നോട്ടിഫിക്കേഷൻ വരിക എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ലിസ്റ്റ് ഒന്നും ആവാതെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വരിക എന്ന് പറയുമ്പോൾ ഞങ്ങൾ എത്ര ആശങ്കയിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്.